അങ്ങനെ അപ്പൻ 2 ആഴ്ച ഇസ്രായേൽ പാലസ്തീനൊക്കെ കണ്ട് വന്നപ്പോ അപ്പച്ചനെ ആ പെട്ടി വാങ്ങുന്ന നേരത്താണ് ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മുഖത്തിൽ നാളെ കാണുന്നത്. കുറെ കാലത്തിന് ശേഷം അവരുടെ ഒരു 30 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരാഴ്ചയോളം 2 ആഴ്ച എന്റെ അപ്പൻ അകന്നിരുന്നത് അന്നാണ്. അതുകൊണ്ട് ഓരോ കാറ്റഗറിയിലുള്ള ഓരോ പ്രണയം എന്തായാലും വ്യത്യാസമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ജനറേഷന്റെ ട്രയൽ ആൻഡ് എററാണ്. ഇത് ശരിയായില്ല, ഈ കസേര വാങ്ങിയ പോണതാ അല്ലേ? ചില കസേര നമ്മൾ ഇരിക്കുമ്പോൾ ഐസ് കസേര ഇത് തന്നെ മതി എന്ന് പറയും. കുറച്ചു പറഞ്ഞപ്പോ ഓട്ടയുണ്ടായിരുന്നു, ലീക്ക് ഉണ്ട്, ചെറിയ മണം വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഈ കസേര പറ്റില്ല. അങ്ങനെ എന്നോടൊരു കൂട്ടുകാരി വന്നൊരു കഥയുണ്ട്. അത് എന്റെ ഒരു ബ്രേക്കപ്പ് കഥയൊക്കെ പറഞ്ഞപ്പോഴാണ്. ജോസഫ് ഒരിടത്തൊരു കിളി ഉണ്ടായിരുന്നു. ആ കിളി വലിയൊരു മരം കണ്ടു, നല്ല ബലമുള്ള ബ്രാഞ്ചസ്. എന്റെ കൂട് ഞാൻ ഇവിടെ കൂട്ടാം എന്ന് കരുതി അവിടെ ഒരു കൂട് കൂട്ടി. പക്ഷെ അവിടെ ശക്തമായൊരു മഴ പെയ്തു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ. ബലമുള്ള ശിഖരമായിരുന്നു, പക്ഷെ ഇലകൾക്ക് വലിപ്പമില്ലായിരുന്നു. മഴ ആഞ്ഞു പെയ്യുന്നു, അത് പൊന്നുപോലെ കൊണ്ടു നടന്ന കൂട് തുടർന്നു പോകുന്നു. നിരാശയോടുകൂടി കിളി പിന്നെയും പറക്കുകയാണ്. അത് പറന്ന് വലിയ ഇലകളുള്ള ഒരു മരം കണ്ടു. അവിടെ കൂട് ശ്രദ്ധിച്ച് മഴ പെയ്താൽ വെള്ളം കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് പണിയുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുന്നു. ആ കൊടുങ്കാറ്റിൽ അത് മരം കുലുങ്ങി അതിന് കൂട് പിന്നെ നിറയാണ്. ഇനി തനിക്കൊരു കൂടില്ല, മടുത്തു എന്ന് പറഞ്ഞ നിരാശയോടുകൂടി അതിങ്ങനെ പറന്നു എന്നോ എനിക്ക് ഏതോ ബ്രാഞ്ചിൽ പോയിരുന്നു. അന്ന് ഭയങ്കരമായ മഴ പെയ്തു, കാറ്റടിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അത് ഇടം നനഞ്ഞിട്ടില്ല. കാറ്റത്ത് ആ ചില്ലകൾക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ആ കിളി അവിടെ കൂടുകൂട്ടി സന്തോഷമായി അവിടെ ജീവിച്ചു. ഞാൻ എന്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോ ചൈനയിലുള്ള പെൺകുട്ടി എന്നോട് പറഞ്ഞു, ജോസഫ് നീ കിളിയാണ്, നീ കൂട് ശ്രദ്ധിച്ചും പ്രതീക്ഷയോടും കൂടി ഉണ്ടാക്കിയെടുത്തൊരു കൂടാണത്. അതായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും? പറക്കുക. ഏതെങ്കിലും നല്ലൊരു ബ്രാഞ്ചിൽ നമ്മൾ ചെന്നപ്പെടും. ഞാനിപ്പോഴും പറക്കുന്നു. പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിലും പ്രണയം ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. നമുക്കതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മുതിർന്നവരുടെ സൗഹൃദങ്ങൾ എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. ജോസഫിന്റെ ഫോളോ ചെയ്യുന്നവരിൽ തന്നെ യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതൽ. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മൾ യുവതലമുറയെ കുറിച്ച് പൊതുവെ ഒരു വിഭാഗത്തിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു വേവലാതി ഉണ്ട്. നമുക്ക് ആഴത്തിലുള്ള വായനയില്ല, സാമൂഹിക ബോധമില്ല, കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന എല്ലാ കാലത്തും അങ്ങനെ ഒരു വിഭാഗത്തിന്റെ ഒരു ആവലാതികളുണ്ട്. അല്ലെങ്കിൽ ഇതാ യുവതലമുറ വഴിതെറ്റി പോകുന്നേ എന്ന് പറയുന്ന നിലവിളികളുണ്ട്. സത്യത്തിൽ ഈ യുവതലമുറയ്ക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ന് കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്രൗഡ് യുവാക്കളാണ്. ഈ എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ നോക്കിക്കോ, എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും പണികൾ കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ റേഡിയോ വന്ന സമയത്ത് അത് റേഡിയോ കേൾക്കുമ്പോൾ നീ ഇങ്ങനെ റേഡിയോ ആയിട്ട് നശിച്ചോ എന്നായിരുന്നു. മാഗസീനുകൾ ആദ്യമായിട്ട് വന്നപ്പോ പിള്ളേര് വായിക്കുന്ന നേരത്ത് നീ അപ്പനെ പഠിക്കുമ്പോൾ സാഹചര്യം ഈ മാഗസീനും നോക്കിയിരുന്നു. പിന്നെ പുസ്തകങ്ങൾ വന്നപ്പോ പുസ്തകങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച യുവാക്കളോട് അന്നും കളിയാക്കപ്പെട്ടിട്ടുണ്ട്. നീ ഇങ്ങനെ പുസ്തകം നോക്കിയിരുന്നോ, നിന്റെ ബാക്കിയൊന്നും നോക്കണ്ട, ഇന്ന് അതിന് പകരം മൊബൈൽ നോക്കിയിരുന്നു എന്ന് പറയുന്നു. ഒരു കുഞ്ഞുദാഹരണം പറയാം. ഒരു 7 കൊല്ലം മുമ്പ് വരെ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് എന്റെ ബെഡിൽ കിടക്കുമ്പോ എന്റെ അപ്പൻ എന്നോട് പറയായിരുന്നു, നീ ഇങ്ങനെ ചുണ്ണാമ്പ് തെച്ചിരുന്നോ, കണ്ണ് കളഞ്ഞോ, മൊബൈൽ നോക്കി കണ്ണ് കളഞ്ഞോ. ഇന്ന് ഞാൻ എന്റെ അപ്പനെ കാണുന്നത് ഇങ്ങനെയുള്ള കട്ടലിൽ വട്ടം കിടന്നിട്ട് മലർന്നു കിടന്ന് സ്വൈപ്പ് ചെയ്യുന്ന അത് അവരഭ്യർത്ഥന. ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അതായത് അധ്യാപക ജോസഫിനോട് പറയുന്നത് ക്ലാസ്സില് സംസാരിച്ചിരുന്നാൽ പക്ഷെ സംസാരിക്കുന്നതാണ് ജോസഫ് ജോലി സംസാരമാണ് പറഞ്ഞത്. നമ്മുടെ യുവാക്കൾ അധികം കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. എനിക്കൊക്കെ പറ്റിയൊരു അല്ലെങ്കിൽ ഞാൻ നേരിട്ടുള്ള സംഭവം അതാണ്. നമ്മളൊരു ബെൽബോട്ടം മാനേജ്മെന്റ് ഹെയർ ഒന്ന് കളർ ചെയ്യുമ്പോ അല്ലെങ്കിൽ മുള്ളറ്റ് സ്റ്റൈൽ അടിക്കുമ്പോ ചാടി ഇവരെ കുറ്റപ്പെടുത്തരുത്, ഇവർ എക്സ്പ്ലോർ ചെയ്തത്. എനിക്കതാ തോന്നുന്നത്. നമ്മള് യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടല്ല. പിന്നെ യൂത്തിനോട് പറയാനുള്ളത്, മാതാപിതാക്കൾ ഇങ്ങനെ പറയും, അത് അവരുടെ കാലത്ത് അവരോട് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പ്രായമാണോ നമ്മുടെ മക്കളോട് നമ്മൾ പറയാനൊരു കാര്യം. ഓക്കെയാണ്. യുവതലമുറയൊന്നും വഴിതെറ്റി പോകുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം മറ്റൊരു കാര്യം,
ഇൻകേസ് ഒരു വഴി എങ്ങനെ തെറ്റാതിരിക്കും, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവരുള്ളത്? അതിനെ വഴി തെറ്റെന്ന് വിളിക്കണോ, അനദർ ഫേസ് ഓഫ് ലൈഫ് ലേണിംഗ് എന്ന് വിളിക്കണോ എന്നുള്ള നമ്മളൊരു ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. യുവതലമുറയൊന്നും വഴി തെറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യുവാക്കൾ ഇവരിലെല്ലാം അടിപൊളിയാണ്. ഇത് വെറുതെ ഇല്ല, നിങ്ങളുടെ കൈയില്ലേ, നിങ്ങളുടെ കൈയടിക്ക് വേണ്ടി പറയുന്നല്ലോ കേട്ടോ. നമ്മള് അവനവനോട് പറയേണ്ടത് നിങ്ങളുടെ ചില തീരുമാനങ്ങൾ, നിങ്ങളുടെ ചില ധാർഷ്ട്യങ്ങൾ, നിങ്ങളുടെ ചില എടുത്തുചാട്ടങ്ങൾ, ഇങ്ങനെയൊക്കെ ആ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എടുത്തു ചാട്ടിയിട്ടുണ്ട്, എല്ലാവരും ഓരോ തെറ്റുകൾ ചെന്ന് പറ്റിയിട്ടുണ്ട്. തെറ്റൊക്കെ നമ്മൾ ശരിയാവും. ഞാനൊക്കെ നല്ലപോലെ തെറ്റുകളിലുള്ള ഒരാളാണ്, തെറ്റുകൾ ഇപ്പോഴും ചെയ്യുന്നു. അത് മാത്രമല്ല, കാരണം നമ്മൾ ഹാർഡായിട്ട് പഠിക്കുന്ന ചില ലെസൺസ് നമുക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ. ഞാനീ പറയുന്നത് ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്ന് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ, അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്. സോ വേക്കപ്പ് ആയിരുന്നു. ഇത് ഞാൻ മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ മനസ്സിലായി, വെരി മീനിങ്. സോ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, തെറ്റുകളൊക്കെ സംഭവിക്കും. നമ്മളീ പ്രണയത്തെ പണ്ട് അഡ്രസ് ചെയ്തിരുന്ന പോലെയല്ലല്ലോ. മുൻകാലങ്ങളിൽ അഡ്രസ് ചെയ്തിരുന്ന പ്രണയത്തെ അഡ്രസ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല അടരുകളും അതിലേക്ക് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ജോസഫ് തന്നെ ക്യൂർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. ക്യൂർ പ്രണയം പ്രമേയമായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. ശരീരങ്ങളുടെ ശരിയൊക്കെ പറയുന്ന പ്രമേയം അതാണ്. അല്ലെങ്കിൽ ഇപ്പൊ കാതൽ പോലൊരു സിനിമ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ അടരുകളെ ഇതിനോട് ചേർക്കേണ്ടതുണ്ട്. പുതിയ ചർച്ചകളിലേക്ക് പ്രണയത്തെ നമുക്ക് അങ്ങനെ പുതുക്കി പണിയേണ്ടതിന്റെ ഒരു വലിയ ആവശ്യകത സത്യത്തിൽ സമൂഹത്തിലുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭൂമിയെ ഏറ്റവും ഭംഗിയാക്കുന്ന കാര്യം അതിന്റെ വൈവിധ്യമാണ്. വൈവിധ്യം, അതായത് സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ സിഇഒ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രണയ വിഷയത്തിലേക്കല്ല വരുന്നത്. ജനറലി ഒരാൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിന് മുമ്പുള്ള സെഷനിൽ നിങ്ങൾ ഇരുന്നോന്ന് പറഞ്ഞൂടാ. എന്റെ ചേട്ടന്റെ മകന് പള്ളിപ്പെരുന്നാൾ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോ ഞങ്ങൾ ഒരുമിച്ച് കൊമ്പ ചാണകത്ത് അവൻ യേശുവിനെ വെടിവെക്കുകയാണ്. ഈ അമ്പ് പോയി തറക്കുന്നുണ്ട്. അപ്പൊ എന്റെ അപ്പൻ കുറ്റം പറയുന്നുണ്ട്, ഈശോനെയാണോടാ വെടിവെക്കുന്നത്, മാപ്പ് പറയണം, സൂര്യ കടമാക്കി കുറിച്ച് വരയ്ക്കണം. അവൻ പറയുന്നത് ഈശോന്റെ പടമാണ്, ഈശോന് വേദന എടുക്കില്ല. അപ്പാപ്പനെയാണ് ഞാൻ വെടിവെക്കണമെങ്കിൽ അപ്പാപ്പന് വേദനിച്ചാൽ ഞാൻ സോറി. അതൊരു പിക്ചർ അല്ലേ, നല്ലൊരു ടാർഗറ്റാണ്. അവൻ ലോജിക്കലി ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ പണ്ടായിരുന്നെങ്കിൽ അവൻ എത്ര തൊഴിൽ കിട്ടുക, അവനവനെ ചിന്തിക്കുന്നവന്റെ യുണീക് ചിന്തയാണ്. പിന്നെ ഇപ്പൊ സ്വർഗ വിവാഹം, അല്ലെങ്കിൽ സ്വർഗ രതി, അല്ലെങ്കിൽ സ്വർഗ ഇഷ്ടങ്ങൾ, അതിനെ കുറിച്ച് കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏങ്കാലം ഭ്രാന്തര്. എനിക്ക് പറയാനുള്ളത്, എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിനൊരു പുരുഷനോട് അതിയായ ആഗ്രഹവും പ്രണയവും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ നാളെ ഒരു പുരുഷനെ പ്രണയിച്ച് കളയാം എന്ന് കരുതി പ്രണയിക്കുന്നതല്ലോ, ഓർഗാനിക്കലി സംഭവിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് എന്നോട് പറയണം, ചേട്ടാ എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പ്രണയത്തില്ല. അത് നാടില് ഇതിപ്പോ ഫാഷനാണെന്ന് പറഞ്ഞ് പ്രണയിക്കുന്നതല്ലോ. ഉള്ളിൽ നിന്ന് എന്റെ ബ്രെയിനിൽ അവർ കൗൺസിലിംഗ് നടത്തുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ആ പ്രണയം നിങ്ങൾക്ക് എന്ത് ചെയ്താലും വെള്ളം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്സെപ്റ്റ് ഹിം എന്നാണ്. ആക്സെപ്റ്റ് ഹിം, റെസ്പെക്ട് ഹിസ് ലവ് എന്നാണ്. ഖാലിദ് ഹുസൈനി എന്ന് തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത റൈറ്ററാണ്. എന്റെ മകൻ താനിങ്ങനെ ഒരു ഗേ ആണെന്ന് പറഞ്ഞ്, എന്റെ മകൻ ഗേ ആയതിനെ അപ്രീഷിയേറ്റ്, അവനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബന്ധങ്ങളെ കുറിച്ച് മനോഹരമായ പുസ്തകമായിട്ട് ഖാലിദ് ഹുസൈനി മകന്റെ പടം ഉൾപ്പെടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വൈവിധ്യങ്ങളെ അത് ഓർഗാനിക് എന്ന് തോന്നുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ശരിക്കും ഒരാളുമാണ് പ്രണയിക്കുന്നതിനോട് ഉള്ളാതെ വലിയ താല്പര്യമൊന്നുമില്ല, ബട്ട് നാട്ടുകാരുടെ മുമ്പിൽ ആളാണ് വൈനോട്ട് എന്ന് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ മതി. സോ ഏത് പ്രണയവും അത് ഒറിജിനൽ ആണെങ്കിൽ അതെന്ത് ഭംഗിയുള്ളതാണ്. അത് എനിക്കിപ്പോ ഒരു 60 വയസ്സുള്ള ആളോട് പ്രണയം തോന്നിയാലും ഇഫ് ഇറ്റ് ഈസ് ഒറിജിനൽ, ഹൗ ബ്യൂട്ടിഫുൾ. അത് നടക്കോ നടക്കില്ല എന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഒറിജിനൽ. ഒറിജിനലായിട്ട് എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ശരീരത്തിന്റെ ശരികൾ തന്നെ മാറ്റുമ്പോഴേ അപ്പന്റെ അമ്മയുടെയൊക്കെയുള്ള ഒരു റിയാക്ഷൻ, ആ ഒരു ജനറേഷന്റെ ആലോചനകളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അമ്മയൊക്കെ വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന ഒരു ലേഡിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്ടോട് കൂടിയും ജനറലി
അപ്പനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാക്സിമം ട്രോളുന്ന രീതിയിലാണ് സംസാരിക്കുക. എനിക്ക് തോന്നുന്നു സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ബുക്കില് സെക്സ് വീഡിയോ കോളിനെ കുറിച്ച് ചാപ്റ്റർ, അത് ഈ ദൈവത്തിന്റെ ചാർമാരെ കഴിഞ്ഞാൽ ഞാൻ എന്റെ പുസ്തകം അതെന്റെ അമ്മ വായിക്കുകയാണ്. അതേ പ്രായത്തിൽപ്പെട്ട, അതായത് എന്റെ വീടിന്റെ അയൽവക്കത്തുള്ള ഒരു ചേട്ടന്റെ അങ്കിൾ, അദ്ദേഹം വായിച്ച പുസ്തകം വായിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ജോസഫ് ഞാൻ നിങ്ങളുടെ ആരാധകനായി മാറി, അത് ഇത് മനോഹരമായ പുസ്തകം പറഞ്ഞ ആ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചു. ജോസഫ് എനിക്ക് ചെറിയ നിരാശയുണ്ട്, പ്രത്യേകിച്ച് വീഡിയോ കോളിലൂടെ ഒക്കെ സെക്സ് സംഭവിക്കുക, അതൊക്കെ സാധ്യമാണോ? നിങ്ങൾ ചിരിക്കാത്തത് നിങ്ങൾ മഞ്ഞനായിട്ട് സമയമുണ്ടായിരിക്കും. സാർ ഇത് പോസിബിൾ ആണ്. അങ്ങനെയും ഒരു കാലമുണ്ട്. ഒരുപക്ഷെ അങ്കിളിന് അറിയാത്തോണ്ടാണ്, അങ്കിളിന്റെ 60കളിൽ ഇതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് അറിയാത്തോണ്ട് ഇപ്പൊ എന്നോട് സ്നാപ്ചാറ്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വലിയ അറിവില്ല. കാരണം എനിക്കില്ലാത്തൊരു സോഷ്യൽ മീഡിയ ആപ്പ് സ്നാപ്ചാറ്റാണ്. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വാചാലോ, യൂട്യൂബ് ഫേസ്ബുക്ക് എനിക്കറിയാം. സ്നാപ്ചാറ്റിനെ കുറിച്ച് എനിക്കറിയില്ല. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോകും. അപ്പൊ ഈ ഒരു എന്റെ അമ്മ അപ്പനാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഞാൻ പറയാലോ, നാളെ ഞാൻ ഏറെ പോയാൽ ഉറപ്പാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ മുതുകാട് സാറിന് ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിലേക്ക് നടക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ട. ബട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്ത് പെട്ടെന്നാണ് ഒരു പരിചയം പോലും ഇല്ലാത്തവര് ഇങ്ങനെ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മുതുകാടിന് പകരം അവിടെ ആരുടെ പേരും വെച്ചു, നിങ്ങൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ആരുടെ പേര് വേണമെങ്കിലും വെച്ചു. ഒരു മോശമായ കാര്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇറ്റ്സ് ഡൺ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര ആളുകൾ ജനക്കൂടം കൂടി നിൽക്കുമ്പോ എന്റെ ഉള്ളിൽ ആനന്ദമാണ്, ലഹരിയാണ്? എനിക്ക് ഭയമാണ്. നിങ്ങൾ ഈ ചിരിക്കണ മുഖങ്ങൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾ വരെ മാറിയിരിക്കുമ്പോ ആ ഇങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ആളാണ്. എല്ലാവരും കുറച്ച് പേര് നിങ്ങൾ എന്തൊക്കെ പറയാം. അപ്പോ എന്റെ അപ്പനും ഞാൻ പറഞ്ഞത്, ഇഫ് സംതിങ് ഹാപ്പൻസ് ടു മീ ഐ എം ഷുവർ ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ മൈ പാരന്റ്സ് ഇഫ് ദേ ആർ അലൈവ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യും. അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിൽ അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ ന്യായീകരിക്കലല്ല, കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എഴുത്തുകളൊക്കെ അവർ വായിച്ചപ്പോ അമ്മയ്ക്കൊക്കെ ഇത് ഓക്കെയാണ്. അമ്മ എന്നോട് ഇങ്ങനെ സ്വയംഭവത്തെ കുറിച്ച് സംസാരിച്ചു. അത് അതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ പറയുന്നുണ്ട്. എന്റെ അമ്മ ബയോളജി ടീച്ചറാണ്. അപ്പോ അത്തരം ധാരണകളുള്ള ഒരാൾ കുടുംബത്തിരിക്കുമ്പോ എനിക്ക് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എന്തിനു വായിക്കണം, എനിക്ക് ആ ഭയമില്ല. ആ ഒരു ഫ്രീഡം ഈ മാതാപിതാക്കളും മക്കൾക്കിടയിൽ തുറന്ന് സംസാരിക്കാനുള്ള ഫ്രീഡമാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, സ്നേഹം കാമം ഭ്രാന്ത് എന്നുള്ള ബുക്ക് ഈ സ്വർണ്ണക്കടത്ത് പോലെ കടത്തുന്നവരുണ്ട്, പേര് കാണിക്കാണ്ട് പൊതിഞ്ഞു കെട്ടി. എന്നോടൊരു അധ്യാപിക പറഞ്ഞിട്ടുണ്ട്, ഇൻവിജിലേഷന് അവർ ക്ലാസ്സിലിരിക്കുമ്പോ പേരിനെ പൊത്തും. കാമം എന്നുള്ള വാക്ക് നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുക ബുക്ക് വാങ്ങിക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടോ, അതെടുത്തിട്ട് സ്നേഹം കാമം ഭ്രാന്ത് പോസ്റ്റിംഗിലും ചെയ്യും. അപ്പൊ കുറെ പേര് ചോദിക്കും, ഇതെന്ത് ബുക്കാടി പറ്റേതാണോ? റെസ്പോണ്ട് ചെയ്യും. കാരണം നമ്മൾ എന്താ ഈ നമുക്ക് ഈ അകലം മാറ്റണ്ടേ? ഏറ്റവും കൂടുതൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പോപ്പുലേഷൻ ഒന്നാണ്. ശരിയല്ലേ? എത്തിയിട്ടിരിക്കണം. ഒന്നാമതാ ഈ ഒരു പാരന്റ്സിന് അതിനോടൊന്നും ബുദ്ധിമുട്ടില്ല. ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവരിപ്പോ അന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജോസഫിനോട് ഇനി നിങ്ങൾക്ക് തന്നെ എനിക്ക് ചോദിക്കാനായിട്ടാവാം. ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പോകും. ഓർമ്മയുണ്ടെങ്കിലും നീ എല്ലാ കേരളത്തിനോട് അതെ, ഞാൻ തീരെ വായിക്കാതിരുന്ന മനുഷ്യനാണ്. ആ എന്നെ വായിച്ചിട്ട് പന്ത് കിട്ടാനാണ് ചിന്തിച്ച ആ ഒരു മെന്റാലിറ്റി. വായിച്ചിട്ട് പടന്ന് കിട്ടാനുണ്ടെന്ന് അങ്ങോട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ, വായിച്ചിട്ട് പന്ത് കിട്ടാനാണ് ആ ഒരു വീഡിയോ. അത് കാരണം ഇപ്പോ വായന എന്റെ ഒരു ഡെയിലി റൂട്ടീനാണ്. അത് ഈ മനുഷ്യന് വലിയ പങ്കുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടെ താങ്ക്സ് പറയാം. അതായത് നേരത്തെ അമ്മാവന്മാരുടെ വിഷയം പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അമ്മാവന്മാരെ കുറിച്ചിക്കണ പൊതുവെ നമ്മുടെ ജനറേഷന്റെ ഒരു അവസ്ഥയാണ്. അപ്പോ പ്രായമാകുന്നതോടെ നേരത്തെ പറഞ്ഞു, പ്രായമാകുന്നതോടുള്ള പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളും പ്രായമായി ആ ഒരു സ്റ്റേജിലെത്തുമ്പോ നമ്മുടെ യൂത്ത് ജനറേഷന് നമ്മളെ അതുപോലെ കുച്ചിക്കൂലേ.
അതിനെന്താ പറയാനുള്ളത്? ജോഷി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അറിയാമോ? ജോഷി സർ ന്യൂഡൽഹിയിൽ എടുത്ത ആളാണ്. അദ്ദേഹം ഇന്ന് എടുക്കുന്ന പടങ്ങൾ ഭയങ്കര സ്റ്റൈലിഷാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹത്തിന് അതേ ജനറേഷനിൽ പെട്ട നമുക്കറിയാവുന്ന റെസ്പെക്ട് ചെയ്യുന്ന വലിയ ചില സിനിമാ സംവിധായകർ എടുത്ത ചില പടങ്ങൾ വിജയിക്കുന്നില്ല. അതേപോലെ മമ്മൂട്ടി ആരെങ്കിലും ധൈര്യപ്പെടുക. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയിട്ട ഷൂസ് കണ്ടായിരുന്നു, ഒരു പച്ച കളറിൽ ദുൽഖർ സൽമാനെ അന്വേഷിച്ചാൽ കണ്ടു. അപ്പൊ എന്തുകൊണ്ടെന്ന് നമുക്ക് തുണ്ടിലേക്ക് പറയാൻ പോലും പറ്റില്ല നമുക്ക് അമ്മാവെന്ന്. അപ്പോ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് നമുക്കതൊക്കെ കണ്ടുപിടിക്കാന്നുള്ളത്. അടുത്ത പുള്ളി രാവിലെ തന്നെ കണ്ടപ്പോൾ ചോദ്യം ബുക്ക് ചെയ്തതാണ്, ഈ റൂമൊക്കെ ബുക്ക് ചെയ്യില്ലേ കൊടുത്തു. ഈ ഒരു സെക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എനിക്ക് തോന്നിയില്ല. അങ്ങനെ ചോദിക്കുകയാണ്, ഈ കാൽപ്പനികത, ഗൃഹാതുരത്വം, ലേശം വിഷാദാത്മകത, പിന്നെ ഭാവന, സൗന്ദര്യം, ഇതിന്റെയൊക്കെ ഒരു ലോകയില്ലേ, ഇതിന്റെയൊക്കെ മാത്രമായിട്ടുള്ള ഒരു ലോകം താങ്കൾക്ക് സുപരിചിതമായിരുന്നു. അപ്പോ ആ ലോകത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ ലോകത്തൊരു മനുഷ്യൻ പെട്ടുപോയാൽ അല്ലെങ്കിൽ അതിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളതാണ് എത്തിപ്പെടുന്ന മനുഷ്യൻ. എനിക്ക് തോന്നുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കുറെയൊക്കെ ഫിക്ഷൻ വേണമെന്നുള്ളതാണ്. ഭാവന എന്ന് പറയുന്നത് ഫിക്ഷൻ എന്ന് പറയാം, എഴുത്തിന് റിയലിസ്റ്റിക് അല്ല. മാധവിക്കുട്ടി എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ജീവിതത്തിൽ നടന്ന പോലെ എഴുതാനാണെങ്കിൽ ആധാരം എഴുതിയാൽ പോലെ അല്ലേ. ജീവിതത്തിൽ കുറച്ച് ഭാവന വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നി. ഭാവനയുടെ ലോകത്തിൽ പെട്ടുപോയാൽ അത് നീ പെടുന്ന ഭാവന പോലെ. അതിപ്പോ ഞാൻ ഭാവനയിൽ കാണുന്ന ഒരു കാര്യം, എല്ലാ കേരളത്തിലും ഞാൻ ഇവിടെ ഒന്ന് പറയുന്നതാണ്, എനിക്കൊരു സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണമെന്നുള്ളത്. എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു ചിരി വരുന്നുണ്ട്. അപ്പൊ എനിക്കൊരു സ്റ്റേജ് ഒക്കെ ബുക്ക് ചെയ്ത് നടന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണമെന്നില്ല. ഇതും വർക്കബിൾ ആണ്. ഞാനിപ്പോ ഭാവനയിൽ കാണുന്ന ഒരു സിനിമയാണ്, എന്റെ ഒരു കഥ സിനിമയായ എങ്ങനെയിരിക്കും. ആ ഭാവനയിൽ ഞാൻ പെട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ ഞാൻ കുറെ കൂടി നല്ലൊരു മനുഷ്യനാവും, ഞാൻ കുറെ താഴത്തോട്ട് പോകും. എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ജോസഫേ നീ ഇങ്ങനെ റിയലിസ്റ്റിക് കഥകൾ മാത്രം എഴുതാതെ ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയൂ, സംസാരിക്കും കൂടുതലും എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞു, അവിടെ ഞാൻ കുറെ കൂടി ഫിക്ഷനൊക്കെ ജീവിതഗന്ധിയായ കഥകളൊക്കെ പറഞ്ഞു മാറ്റത്ത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അറിയാ നീ സച്ചിൻ ടെണ്ടുൽക്കറാണ്, ഷഹീബ് അക്തറാണ് ശ്രമിക്കുന്നത്, നിന്റെ കഴിവ് ബാറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാവനയിൽ പെട്ടുപോയാൽ ആ പെഡൽ അപ്ഗ്രേഡ് ചെയ്താൽ നന്നു, പിന്നെ ഡീഗ്രേഡ് ചെയ്താൽ പറഞ്ഞു. താങ്ക് യു. ഭയങ്കര ചോദ്യമാണോ? സുഖമാണോ? ലളിതമായ ചോദ്യം. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട 3 ക്ലാസികന്മാരുണ്ട് മോട്ടിവേഷൻസ്. അതിലെ ഒരു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും. ഈ ഒരു ചോദ്യമല്ല, ഈ ഒരു റിക്വസ്റ്റ് എത്രത്തോളം നമ്മുടെ ശരിയാകുമെന്ന് എനിക്കറിയില്ല. റിക്വസ്റ്റ് ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തലങ്ങളിൽ മാറ്റം വരുത്തിയ ആളാണ്. ഒരുപാട് പ്രസംഗങ്ങളിലായാലും എഴുത്തുകളിലായാലും എന്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എത്രത്തോളം ഇവിടെ റെഡിയാവുന്ന ഒന്ന് ഹഗ് ചെയ്യണം. ചേട്ടാ, ഇന്നത്തെ ഒരു പഴയകാല പ്രണയവും ഇന്നത്തെ പ്രണയം തമ്മിൽ ഇറ്റ്സ് ബെറ്റർ ഒരു ചോയ്സ് ചോദിച്ചാൽ എന്ത് തോന്നുന്നു? പിന്നെ ഈ അടുത്ത ഒരു ഇഷ്യൂ ഉണ്ടായില്ല, ഒരു മരണത്തിനെ കുറിച്ച്, ഒരു പ്രണയത്തിനനുസരിച്ച് ഒരു മരണം. അതിന്റെ സാറിന്റെ ഒരു കമന്റ് എങ്ങനെയാണ്? എന്താണ് അതിന്റെ? അതൊരു ചെറുപ്പക്കാരൻ മരിച്ചതല്ലേ. നമ്മളിപ്പോ ഏതൊരു പ്രണയത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് അതിന്റെ
വൃത്തിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. കഷായത്തിൽ വിഷം വെച്ച് കൊടുക്കുമ്പോ സ്ത്രീകളും അത്ര മോശക്കാരെന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകും. എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള ഒരു തോട്ടാണ്, എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ബ്ലെയിം ചെയ്യപ്പെടുന്നു, ഫോർ എക്സാമ്പിൾ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ബ്ലെയിം ചെയ്യപ്പെടുമ്പോ ഈ അച്ഛന്മാർക്ക് ഈ വകയാണ് എന്ന് ചിന്തിക്കരുത്. അത് മറ്റൊരു സെന്റൻസ് ഇതാണ്, ബ്ലെയിം ദി പേഴ്സൺ നോട്ട് ദി കമ്മ്യൂണിറ്റി. ഒരു പ്രളയത്തിൽ ഒരു പെൺകുട്ടി ഒരാൾക്ക് വിഷം കൊടുത്ത് കൊന്നു പറയുമ്പോ ഡോണ്ട് ബ്ലെയിം ദി ജെൻഡർ. നമ്മളെല്ലാവരും ഇങ്ങനെയാണ്, ബ്ലെയിം ദാറ്റ് പേഴ്സൺ. ഈ പഴയ പ്രണയം ഈ പ്രണയവും ഏതാ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഴയ കാലത്ത് പ്രണയിച്ചിട്ടില്ല. മാത്രമല്ല പഴയകാല പ്രണയങ്ങളെ കുറിച്ച് കൃത്യമായ ഡാറ്റ കിട്ടാറില്ല. എന്റെ ഇമ്മീഡിയറ്റ് സോഴ്സ് മൂത്ത ചേട്ടന്റെ കാര്യം പറയാൻ പറ്റില്ല. ഇത് റെക്കോർഡ് ചെയ്താണ് യൂട്യൂബിൽ വരും. ഇത് മാത്രം കട്ട് ചെയ്ത് തോന്നാൻ എനിക്ക് അടുത്തറിയാവുന്നിടത്തേക്ക് പഴയകാല പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഒരു ചേച്ചി ഇങ്ങനെ ആളുടെ മുടി സ്റ്റേപ്ലറിൽ അടിച്ച് ലവ് ചിഹ്നത്തില് ഷേപ്പില് അതിലൂടെ എല്ലാം മുടി കോർത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല എന്റെ ചന്തല്ല. അതൊക്കെ കണ്ടപ്പോ ഈ അകലം സൃഷ്ടിക്കുന്ന ഒരു ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു. അതായത് ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂടിക്കിൽ പ്രണയം കേട്ടപ്പോ ഒരു ബ്ലൂടിക്കിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്ത് വേഗതയാണ്. പണ്ടൊക്കെ ഒരു കത്ത് എഴുതി അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായം ചോദിച്ചാൽ മറുപടി കിട്ടാൻ ആ കാത്തിരിപ്പിന്റെ ഒരു സുഖം അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ വളരെ ഭയങ്കര വേഗതയാണ് എല്ലാത്തിനും. ഏതാ നല്ലതെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഞാൻ ഒരു തവണ സാറിനെ കോഴിക്കോട് കണ്ണൂര് ചേംബർ ഓഫ് കൊമേഴ്സിൽ വന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കാണാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല, അടുത്ത് കാണാൻ പറ്റിയില്ല. ഇപ്പൊ ഒരു അവസരമായതുകൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സാറിന്റെ ആദ്യം വായിച്ചത് തന്നെയാണ് ദൈവത്തിന്റെ ചാരന്മാര്. ഒരു ദിവസം കൊണ്ടാണ് ഞാൻ അത് ഇരുന്ന് വായിച്ചു തീർത്തത്. കാരണം അത് ആ പുസ്തകം താഴെ വെക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വ്യക്തിത്വങ്ങളും അതിനെക്കുറിച്ച് സാർ എഴുതിയത് ഉണ്ടായിരിക്കുന്നു തോന്നിയിട്ടുണ്ട്. ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ക്യാരക്ടേഴ്സിന് എഴുതുക എന്ന് പറയുന്നത് ഒരു കറേജിയസ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ പുസ്തകം എഴുതുന്നതിനേക്കാളും മുമ്പും അത് പബ്ലിഷ് ചെയ്യുമ്പോഴും സാറിന് എത്രത്തോളം അത് അലട്ടിയിട്ടുണ്ട്, അലട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു? എന്റെ ജീവിതത്തില് കുട്ടിക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്ന കാര്യങ്ങൾ എല്ലാം തുറന്ന് പറയുന്നതായിരുന്നു. എന്റെ വീട്ടില് അപ്പം ചെയ്ത കോമാളികളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു. ചിലപ്പോ എന്നോട് പറയും, നീ ഇതിനൊക്കെ ഇങ്ങനെ പോയി പറയണേ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. ഞാനത് മുതിർന്നു കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചവരെയും എന്നെ സ്നേഹിച്ചവരെയും എന്നെ കൈപിടിച്ചവരെയൊക്കെ കുറിച്ച് ഇതേ ആ പഴയ കുട്ടി പറഞ്ഞ് എഴുതി വെച്ചതാണ് ദൈവത്തിന്റെ ചാരനാണ് പുസ്തകം. അതിന് ധൈര്യം വന്ന് എന്നോട് വായിച്ചാൽ ഞാൻ ആ പുസ്തകത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. നല്ല നമുക്ക് ആരെയും വിളിച്ച് പറയാമല്ലോ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ഭയക്കേണ്ട കാര്യമില്ല. ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് ലൈഫിൽ കണ്ടിപ്പോ എന്റെ ഞാനതിങ്ങനെ കൊണ്ടു നടക്കുക. ആ ലേഡി ഇവിടെ ഉണ്ടോ എനിക്ക് മാം എനിക്കൊരു ബുക്ക് തന്നു. ഞാൻ നോട്ട് പാഡ് ആണെന്നാണ് കരുതിയത്. ഇത് മുഴുവൻ ഒരു നീണ്ട എഴുത്താണ്. ഓരോ പേജുകളിലും ഓരോ പടമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ എന്തായാലും ഒരു എഫേർട്ട് ഉണ്ട്. ഇത് ഇപ്പൊ സുഹൃത്തിന് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയാം. എനിക്കിത് കിട്ടിയാൽ എനിക്ക് വലിയ കാര്യമാണ്. നിലത്ത് വീട് എന്റെ ഒരു പേന ഒരാൾ എടുത്തു തന്നാൽ എനിക്കത് വലിയ കാര്യമാണ്. അത് ഞാൻ ഭയങ്കര ഓവർ ആക്കുമെന്ന് പലരും പറയാറുണ്ട്. ഒരു പേര് തന്നെ സോ മച്ച് എന്ന് പറയേണ്ട ഒരു ചിരി മതി. പക്ഷെ ഇത് വലിയ കാര്യം എനിക്ക്. ഞാൻ തിരിച്ചു പോയിട്ട് ഇങ്ങനെ എക്സൈറ്റഡ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പോക്കറ്റിലിട്ടത്? നഷ്ടപ്പെടാണ്ടിരിക്കാനാ. ആരോ ഒരു അപരിചിത എവിടെ വെച്ച് സാറേ സെൽഫി പോലും ചോദിച്ചില്ല. ഇന്നൊരു ഓട്ടോഷ പോണത് പെട്ടെന്ന് ഇങ്ങനെ എറിഞ്ഞി ഒന്ന് പിടിച്ചു കൊണ്ട് നടക്കുക. അതിന്റെ സ്വഭാവമാണ് എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചതിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ നമ്മൾ സ്റ്റേജിലോട്ട് പോകാം. കഴിഞ്ഞ തവണ ചേട്ടന്റെ മുന്നിൽ വന്ന് ചേട്ടന്റെ ശബ്ദം ചെയ്ത ആളാണ് ഞാൻ. ഇന്നലെ മെസ്സേജ് ചെയ്തതാണ്. ഇത് എന്റെ സ്വന്തം ക്രൗഡാണ്. അപ്പൊ ഇത്രയും നല്ലൊരു രീതി കിട്ടി ചേട്ടന് മുന്നിൽ നമ്മുടെ ക്രൗഡിന് മുന്നിൽ ചേട്ടന്റെ ശബ്ദം സത്യം പറഞ്ഞ സ്റ്റേജിൽ വരുമ്പോൾ ഇങ്ങനെ നടക്കില്ലേ പുള്ളിയുടെ അടുത്ത് ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ നിൽക്കുന്ന ചെറിയൊരു എന്തായാലും പക്ഷെ
തെറ്റുപറ്റാൻ നമ്മൾ ക്ഷമിക്കണം. ഹലോ, സമയം കഴിഞ്ഞിട്ടോ? ഏത് റിലേഷൻഷിപ്പ് കോമഡീസും